ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ അടുത്ത് ഒരുത്തൻ്റെ ഒരു കളി നടക്കില്ല എന്ന് അലീന ഇന്ന് തെളിയിച്ചിരിക്കുക. അത്ര നല്ല അടിപൊളി എപ്പിസോഡാട്ടോ ഇന്നത്തേത്. അപ്പോൾ അതേ നമ്മുടെ അലീനയെ ചോദ്യം ചെയ്യാനായിട്ട് ആ ഇരുട്ടുമുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു ലാത്തിയൊക്കെ കയ്യിൽ പിടിച്ച CI അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അവളെ ഇങ്ങ് കൊണ്ടുപോവാ എന്നും പറഞ്ഞു അലീനയും കൊണ്ട് പോലീസുകാരങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് അലീനെ അവിടെ വിട്ടിട്ട് അവന്മാരങ്ങ് മാറി നിന്നു. ഇയാളാണെങ്കിൽ ലാത്തിയൊക്കെ കൈ പിടിച്ചിങ്ങനെ കാലും കൈയും ഒക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുക. ഇയാളുടെ നോട്ടമൊക്കെ കണ്ടിട്ട് ഭയങ്കര അപ്പോൾ ഒരു വനിതാ പോലീസുകാരി അങ്ങ് മാറി നിൽപ്പുണ്ട്. എന്താണ് ഇവളുടെ ഭാവം എന്നാ പുള്ളിക്കാരിയോട് ചോദിച്ചു ഈ പോലീസുകാർ. പരാതി തരാൻ എന്താ ഇവള് തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പം ആളൊരൽപ്പം മുറ്റ സാറേ, ഇങ്ങോട്ട് ഭീഷണിയാണെന്ന് പറഞ്ഞു ഈ വനിതാ പോലീസുകാരി. നമ്മളെല്ലാം അവൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്, പിന്നെ മീഡിയക്കാരോട് പറയുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ലാത്തയിട്ട് അടിച്ച് കറക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിന് ഇവൾക്ക് ജീവനുണ്ടായിട്ട് വേണ്ടേ എന്ന് ഈ CI പറയണു. അവിടെയും അലീന ഇങ്ങനെ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കാട്ടോ. ഇങ്ങോട്ട് നീങ്ങി നെല്ലടി എന്ന് അലീനയോട് പറഞ്ഞു. അലീന അന്നേരം ഇയാളെ ഇങ്ങനെ നോക്കുക. അപ്പം അലീന ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ കൂട്ടാക്കിയില്ല. നീങ്ങി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അലീന നീങ്ങി നിന്നു. ഇയാളുടെ നോട്ടം എന്ന് പറഞ്ഞ ഒരുമാതിരി വൃത്തികെട്ട നോട്ടമായിരുന്നു അലീനയെ. അപ്പം നിനക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യവും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ, പിന്നെ ഒരു പരാതി എഴുതി തന്നു, അതും നിന്നെ ഉപദ്രവിച്ച 2 കാമഭ്രാന്തന്മാർക്കെതിരെയുള്ള പരാതിയാ ചോദിച്ചുള്ളൂ, പിന്നെ അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല എന്നും CI അലീനയോട് പറയാട്ടോ. നിന്റെ പേരോ വിവരങ്ങളോ മറ്റാരും അറിയുക പോലും ഇല്ല എന്നും CI അലീനയോട് പറയണു. അന്നേരം അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഇയാളാണെങ്കിൽ അലീനയെ ചെന്ന് നോക്കുക. നീ പിന്നെ കോടതിയിലും സ്റ്റേഷനിലൊന്നും വരിക പോലും വേണ്ട എന്നും CI അലീനയോട് പറയണു. എന്നിട്ട് ഇങ്ങനെ നോക്കുക അലീനയെ ഒരുമാതിരി വൃത്തികെട്ട നോട്ടം. അപ്പോൾ ഒരു പരാതി എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞു. ഇയാളുടെ നോട്ടമൊക്കെ അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടെ നീ അതൊന്നും മറന്നേക്കാനും ഈ CI അലീനയോട് പറയൂ കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ചിരിക്കാം. എന്താടി നീ തയ്യാറല്ലേ എന്ന് CI അലീനയോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് പരാതി ഇല്ലാത്തിടത്തോളം ഞാൻ എന്തിനാണ് ആ പരാതി എഴുതി തരുന്നത്? അതൊക്കെ പണ്ടേ കഴിഞ്ഞു പോയ സംഭവങ്ങളല്ലേ എന്ന് അലീന ഈ പോലീസുകാരനോട് പറയാം. ഇനി അതൊന്നും കുത്തിപ്പൊക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്നും അലീന ഇങ്ങനെ ഇയാളോട് പറയണു. അപ്പോൾ പഴയ കേസ് കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോഴത്തെ കേസിന് ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഈ പറയുന്നത്. ഇപ്പോഴത്തെ കേസ് സത്യസന്ധമാണെങ്കിൽ അതിനൊരു സപ്പോർട്ടിൻ്റെയും ആവശ്യമില്ല സാർ എന്ന് അലീന ഈ CIയോട് പറഞ്ഞു. പിന്നെ അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കും, അതിനൊരു സംശയം വേണ്ടെന്നും അലീന CIയോട് പറയുവാണേ. തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുകയും വേണമെന്നും അലീന CIയോട് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ആരാടി നിന്നോട് പരാതി തരരുതെന്ന് പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ആ കസേര എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അലീനയുടെ നേർക്ക് ഇയാളങ്ങ് ചെന്നില്ലേ. നിന്നോട് നല്ല ഭാഷയിൽ പറഞ്ഞപ്പോൾ നിനക്ക് അഹങ്കാരമാണോടി ഇന്ന് CI അലീനയോട് ചോദിക്കും കേട്ടോ. എന്നിട്ട് ലാത്തി എടുത്തു. സത്യം പറയടി, നീയും കൂടി ഒത്തോണ്ടല്ലേടി ആ പാവം പെണ്ണിനെ പീഡിപ്പിച്ചതും അതിന് ഒത്താശ ചെയ്തതും പ്രേരിപ്പിച്ചതും നീയല്ലേടി എന്നൊക്കെ CI അലീനയോട് ചോദിക്കുമ്പം ഞാൻ ആർക്കും ഒരു ഒത്താശയും ചെയ്തിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അത്രക്കാരി അല്ല എന്നും പറഞ്ഞു അലീന. പിന്നെ നീ എന്തിനാടി അവരെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ എന്തിനു രക്ഷിക്കണമെന്ന് അലീന CIയോട് ചോദിച്ചു. ഇയാൾ അന്നേരം അലീനെ നോക്കുക. രോഹിത്തും നീയും തമ്മിൽ രഹസ്യബന്ധം ഇല്ലേടി എന്ന് പോലീസുകാരൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ദേഷ്യമാണ് വന്നത്. അതല്ലേടി കാരണം? അന്നേരം അല്ല സാറെന്ന് അവൻ എനിക്ക് സ്വന്തം അനിയനെ പോലെയാണെന്നും അലീന ഈ CIയോട് പറയാം. അപ്പം ആ കഥയൊക്കെ പോലീസ് മാറ്റി എഴുതിക്കോളുവടി കേട്ടോ. ഞങ്ങൾക്കിപ്പം നിന്റെ പരാതി മാത്രം മതിയെന്നും പറയാനും പറഞ്ഞു. എന്താടി നിന്റെ ഉദ്ദേശം? അപ്പോൾ പോലീസ് വിചാരിച്ചാൽ എത്ര കള്ളസാക്ഷികളെയും കള്ളത്തെളിവുകളും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കുമെന്ന് അലീന പറയാം. പക്ഷേ സാർ ഈ പറയാൻ പോകുന്നതൊന്നും സത്യമല്ല എന്ന് എനിക്കറിയാമെന്ന് അലീന CIയോട് പറയണു. സാറിനും അത് നല്ലതുപോലെ അറിയാമെന്നും പറഞ്ഞു. അപ്പം നീ ഒപ്പിട്ട് തരത്തില്ലെന്നാണ് പറയുന്നത് എന്ന് ഇയാൾ അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീനയാണെങ്കിൽ തരില്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇയാളാണെങ്കിൽ ആ ലാത്തി എടുത്ത് അലീനയുടെ ദേഹത്തേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് ഒരുമാതിരി നോട്ടം നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം നീ ഒപ്പിട്ട് തരത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഒപ്പിട്ട് തരില്ല സാർ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇയാളുടെ ഭാവമൊക്കെ അങ്ങ് മാറി. നീ നിന്റെ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞാൽ പോലീസുകാരിയോട് പറയാം. അപ്പോൾ പോലീസുകാർ ലാത്തി എടുത്തുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ അലീനയെ തല്ലെ സമ്മതിപ്പിക്കാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. കൊടുത്തോളാൻ പറഞ്ഞു ഇങ്ങനെ കണ്ണുകൊണ്ട് അലീനയ്ക്കിട്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അടുത്ത നമ്മുടെ സാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇവന്മാരെല്ലാവരും ലോക്കപ്പിൽ കിടക്കുന്ന ഇവന്മാരെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും CIയെ വിളിക്കാൻ പറഞ്ഞു. ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിടത്ത് കോൺസ്റ്റബിൾ വന്നു. കോൺസ്റ്റബിൾ വന്നിട്ട് ഈ മേളിലേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ SI സാർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ പീഡന കേസിലെ പ്രതികളെല്ലാം കിട്ടിയോന്ന് ചോദിച്ചു. കിട്ടി സാർ എന്ന് പറഞ്ഞു. എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഇതുവരെ 4 പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പം വേറെ ആരും ഉള്ളതായിട്ട് ഇതൊരു അറിവില്ല എന്ന് SI പറയാം. അപ്പോൾ
പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഹൗസ് മെയ്ഡിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല സാർ, കസ്റ്റഡിയിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത്? ഒരു ഉച്ച സമയത്താണെന്ന് പറഞ്ഞു. എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തത്? അപ്പോൾ ചോദ്യം ചെയ്യാനാണ് സാർ. ചോദ്യം ചെയ്തോ? ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. എവിടെയാണെന്ന് ചോദിച്ചു. മുകളിലാണെന്ന് പറഞ്ഞു. മുകളിലോ? ക്രിമിനൽസിനെ അല്ലേ മുകളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാറുള്ളൂ എന്ന് CI ചോദിക്കുക. SIയോട് ഈ വന്ന സാർ ചോദിക്കുക, അപ്പം ക്രിമിനലാണോ? ആണോടോ? അത് പിന്നെ സാർ അല്ല സാർ, അങ്ങനെ അല്ല. പിന്നെ എന്തിനാണോ മുകളിലോട്ട് കൊണ്ടുപോയതെന്ന് ചോദിച്ചു. അപ്പോൾ CI സാറ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഓ, അയാളുണ്ടോ മുകളിൽ? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. വിളിക്കുക സാർ, വേഗം ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി എടുത്തോന്ന് ഈ സാറ് ചോദിക്കുമ്പം ഉടനെ പോകാം സാർ, പോയില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് CI അങ്ങ് വന്നു. താനിത് എവിടെയാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ സാർ ഞാൻ മുകളിലുണ്ടായിരുന്നു സാർ എന്നും പറഞ്ഞുകൊണ്ടേ നിൽക്കാം. താൻ അവിടെ എന്ത് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ഈ സാറ് ചോദിച്ചു. സാർ, ആ ബാലചന്ദ്ര മേനോൻ്റെ മോൻ പീഡന കേസിലെ പ്രതിയാണല്ലോ സാർ. ആ വീട്ടിൽ സെർവൻ്റ് ചില സംഗതികൾ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്താണ് മറച്ചു പിടിച്ചത് എന്നീ സാർ ചോദിച്ചേ. അപ്പം സാർ, ഈ പീഡന കേസിലെ 1-2 പ്രതികൾ മുമ്പൊരിക്കൽ മയക്കുമരുന്ന് നൽകി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ അവളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എത്ര മണിക്കൂറായി എന്ന് ചോദിച്ചു. അത് 8-10 മണിക്കൂറായി സാർ എന്ന് പറഞ്ഞു. ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ സാർ, അവൾ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ ബോധപൂർവ്വം ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് സാർ എന്ന് CI ഇങ്ങനെ ഈ സാറിനോട് പറയുമ്പം താൻ ഒറ്റയ്ക്കാണ് അവളെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അല്ല സാർ, അവിടെ സ്നേഹ ശ്രീകുമാറുണ്ട്, അവരാണ് ചോദ്യം ചെയ്തത്. ഞാൻ കേട്ട് നിൽക്കുമായിരുന്നു. ആ ലേഡിയുടെ പേരെന്താണ്? ഹൗസ് മെയ്ഡ് അലീന. കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സാർ. ഏടോ, എന്താ റൈറ്റ്സ് ആണോ തനിക്കുള്ളത്? ഒരു ലേഡിയെ ടോർച്ചർ റൂമിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാനെന്നാ സാറ് ഈ CIയോട് ചോദിക്കാം. അയ്യോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക SI തൊപ്പി തെറിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾക്കൊരു ക്രിമിനൽ മൈൻഡ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൾക്കാണോ അതോ തനിക്കാണോ അതുള്ളത് എന്നാ സാറ് ചോദിക്കാം. ഞാനൊന്ന് കാണട്ടെ അവളെ. അപ്പോൾ സാർ എന്ന് പറഞ്ഞു. പോയി അലീനെ അദ്ദേഹം പോയി കാണുവാണ്. അപ്പോൾ അലീനെ ഇരുട്ടുമുറിയിൽ കൊണ്ട് നിർത്തുക. അപ്പോൾ ആരാണ് ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത്? എനിക്കറിയില്ല സാർ. തനിക്കറിയില്ലേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു SI. അപ്പോൾ അവൾക്ക് ചില്ലറക്കാരിയല്ല പിടുത്തമുണ്ടെന്ന് മനസ്സിലായി. എവിടുന്നോ സ്ട്രോങ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും അല്ലെങ്കിൽ ഒരിക്കലും DYSP സാറ് നേരിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന കാര്യവും CI SIയോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ DYSP സാറ് ആ റൂമിലേക്ക് ചെന്നു. അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ വനിതാ പോലീസ് സാർ എന്നും പറഞ്ഞ് നിൽക്കുക. ഇവിടെ എന്താണോ നടക്കുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു സാർ. ഈ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ ദയനീയമായിട്ട് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സാർ അലീനയെ നോക്കി. അപ്പോൾ അലീനയാണെങ്കിൽ ആ വെട്ടത്തിൻ്റെ ചോട്ടിലേക്ക് വന്നു. അപ്പോൾ അലീന ഇങ്ങനെ വന്ന സാറിന് മുന്നിൽ വിഷമിച്ച് നിൽക്കുക. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞു സാർ. ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ എന്താ കാരണം എന്ന് പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ CI സാർ പറഞ്ഞിട്ടാ സാർ എന്ന് പറഞ്ഞു. എപ്പോഴാണ് മുകളിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് 7 മണി കഴിഞ്ഞു എന്ന പോലീസുകാർ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. 2 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീനയെ താഴേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങിപ്പോയി. താഴേക്ക് ഇറങ്ങി ചെന്ന് DYSP സാർ എന്നൊരു ഫോണിൽ വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ പെൺകുട്ടി ചെയ്ത കുറ്റം എന്താണെന്ന് CIയോട് ചോദിക്കാം. താൻ പറയാൻ പറഞ്ഞു SIയോട്. അപ്പോൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല സാറിന് ഈ SI പറഞ്ഞു. പിന്നെ എന്തിനാണ് കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന ടോർച്ചറിങ് റൂമിൽ ഈ കുട്ടിയെ കൊണ്ടുപോയതെന്ന് ചോദിക്കാം. സാർ ഞാനല്ല സാറെന്ന് SI തലയങ്ങൂരി. CI മറ്റേ ആളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തനിക്ക് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ എന്ന് സാറ് ചോദിക്കുമ്പം സാർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ കുട്ടി കൂട്ടുനിന്നോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയാം. അപ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. തടി ഊരാൻ വേണ്ടി അയാൾ നുണ പറയും. ഇത് കണ്ടപ്പോൾ ഹരിക്ക് സന്തോഷം. അപ്പോൾ വലിയ കോലുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന കേസാണെന്നും പിന്നെ സാർ പ്രതികളിൽ ഒരാളുടെ വീട്ടിലാണ് ഈ കുട്ടിയെ ഹൗസ് മെയ്ഡായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം CI ഈ സാറിനോട് പറയാം. പ്രതികളെ പറ്റി കൂടുതൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യുന്നതെന്നും CI ആ സാറിനോട് പറയണേ. സാർ ഇയാളെ തന്നെ നോക്കി നിൽക്കാം. താൻ നിങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ കസ്റ്റഡിയിൽ എടുത്തല്ലേ എന്ന് ചോദിച്ചു. അതെ സാർ, ഉച്ചയ്ക്ക് മുന്നേ എടുത്തതാ. രാത്രിയായിട്ടും താൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ CI അലീനയുടെ നേരെ ഇങ്ങനെ നോക്കുക, പേടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ. സാർ പോലീസിനോട് ഇവൾ തീരെ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം CI അന്നേരം പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ
എവിടെയാണ് സഹകരിക്കാത്തത് എന്ന് വന്ന സാറ് ചോദിച്ചു. എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത് എന്ന് അലീനയോട് സാറ് ചോദിച്ചപ്പോൾ ഞാൻ സഹകരിച്ചു സാർ, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അലീന പറയാം. അപ്പോൾ അത് കേട്ടപ്പം ഇവരുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ സാറ്. അപ്പോൾ പരാതി ഒന്നുമില്ല സാറെന്ന് പറയാം. പിന്നെ രാത്രി നേരത്തെ എന്തിനു വേണ്ടി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ രോഹിത് ബാലചന്ദ്രൻ എന്നയാൾ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം രോഹിത് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക. അവൻ തന്നെ അത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞു. ഇങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഈ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് അലീന പറഞ്ഞു കേട്ടോ. പിന്നെ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് സത്യം, അത് കുറേ മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എന്ന് അലീന ഇങ്ങനെ പറയാം. അപ്പോൾ രോഹിത് ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. സാർ ഇവനെതിരെ ഒരു കംപ്ലൈൻറ്റ് തരാൻ പറഞ്ഞിട്ട് ഇവൾ തയ്യാറാകുന്നില്ല. പിന്നെ അവളോട് എത്ര ചോദിച്ചിട്ട് അവൾ കംപ്ലൈൻറ്റ് തരുന്നില്ല. രോഹിത് മാത്രമല്ല, അവൻ്റെ കസിൻ ഹരിശങ്കറും കൂടെ ചേർന്നിട്ടാണ് ഇവളുടെ നേരെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയെന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് സാർ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചു സാർ. അപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന 2 വിദ്യാർത്ഥികളുടെ ഭാവി നശിച്ചു പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചതാണ് എന്ന് അലീന സാറിനോട് പറയൂ കേട്ടോ. ഇത് കേട്ട് നമ്മുടെ രോഹിത് ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക. ഹരിക്കാണെങ്കിൽ ഒരു ഉളുപ്പുമില്ല. 2 പേരുടെയും വീട്ടുകാർ വിവരം അറിയുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണെന്ന കാര്യവും അലീന ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സാർ ഇവളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യാശ്രമമൊക്കെ നടത്തിയതാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CI ഇങ്ങനെ പറയണു ഈ വന്ന സാറിനോട്. ഇവള് കത്രിക എടുത്ത് സ്വയം കുത്തി മുറിവേൽപ്പിക്കുകയാണ് ചെയ്തതെന്നും, പക്ഷേ പോലീസ് മൊഴിയെടുക്കാൻ ചെന്നപ്പോൾ പോലീസിനോട് വീണപ്പോൾ അബദ്ധത്തിൽ വയറ്റിൽ കത്രിക കുത്തി കയറിയതാണെന്നാണ് ഇവള് പറഞ്ഞതെന്ന കാര്യമൊക്കെ CI DYSP സാറിനോട് പറയാം. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയെന്ന് ചോദിച്ചു സാർ ചെന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മുറിവുണ്ടായത് എന്ന് പോലീസ് എന്നോട് ചോദിച്ചിരുന്നു. എൻ്റെ കൈകൊണ്ട് തന്നെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതും സത്യമാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച 2 പേരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കള്ളം പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ അവരോട് ക്ഷമിച്ചതാണ് സാറെന്ന് അലീന ഇങ്ങനെ പറയാം കേട്ടോ. അവർക്ക് നന്നാവാൻ ഒരു അവസരം ഞാൻ കൊടുത്തതാണെന്ന് അലീന പറയാം. അപ്പോൾ രോഹിത് ഇങ്ങനെ ദയനീയമായിട്ട് അലീനയെ നോക്കുക. അത് തെറ്റായി പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് അലീന പറയുമ്പോൾ തെറ്റ് തന്നെയാണ് എന്ന് DYSP സാർ അലീനയോട് പറയാം. അന്ന് പോലീസിനെ സത്യം അറിയിച്ച് അവരെ വേണ്ടുന്ന വിധത്തിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു എന്ന് DYSP സാർ അലീനയോട് പറയുവാണ്. അന്നേരം അത് സത്യമാണ് സാറ് പറഞ്ഞത്, ഞാനും അത് സമ്മതിക്കുന്നുണ്ട് എന്നും അലീന പറയാം കേട്ടോ. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക SI സാർ അന്നത്തെ ആ സംഭവത്തെ പറ്റി ഒരു പരാതി തരാൻ വേണ്ടി മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് CI ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ നോക്കുക. പക്ഷേ ഇവളതിന് തയ്യാറായില്ല എന്ന് പറയുമ്പോഴും അലീന ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ CIയെ. അപ്പോൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് എന്ന് DYSP സാറ് ചോദിക്കുമ്പം ഞാൻ ഒരിക്കൽ ക്ഷമിച്ച കാര്യമാണ് സാർ, അപ്പോൾ കുറേ ഉപദേശിക്കുകയും ചെയ്ത, ഇനിയും അത് കുത്തിപ്പൊക്കി അതൊരു കേസാക്കാൻ എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്ന് അലീന ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുക രോഹിത്. അപ്പോൾ സാർ ഇവളൊരു പരാതി തന്നാൽ പീഡനക്കേസിന് ശക്തമായൊരു പിൻബലം കിട്ടത്തില്ലേ സാർ എന്ന് CI വന്ന സാറിനോട് പറയുന്നു. പീഡനക്കേസിലെ പ്രതികൾക്ക് മുൻപും ഇങ്ങനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തെളിയിക്കുകയും അവർക്ക് കടുത്ത ശിക്ഷ കിട്ടുകയും തന്നെ വേണം സാർ എന്നും ഇയാൾ പറയാം. അപ്പോൾ എനിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണെന്ന് അലീന പറഞ്ഞു. അന്ന് ആ സംഭവം 2 വീടുകളിലും കുറേ ചർച്ച ചെയ്താണെന്ന് പറയുമ്പം ഇപ്പോഴാണെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഞാൻ എന്നെയും ക്ഷമിച്ചു കഴിഞ്ഞ ആ ഒരു സംഭവത്തെ പറ്റി പിന്നെ എനിക്കിനി പരാതി ഇല്ല എന്ന് അലീന പറയുമ്പോഴും CIക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ DYSP അവിടെ നിൽക്കുന്നത് കൊണ്ട് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ, എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച്. അപ്പോഴത്തേക്ക് CI ഇങ്ങനെ നോക്കും അലീനെ. എന്നെ ഉപദ്രവിച്ച് പരാതി എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 8 മണിക്കൂറായി എന്നെ ഇന്നിവിടെ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അലീന ഇങ്ങനെ പറയുന്നു. അപ്പോൾ DYSP സാർ ഇങ്ങനെ നോക്കുക CIയെ. അപ്പോൾ അവർ ദയനീയമായി നോക്കി തന്നെ നിൽക്കാം. അതിനെതിരെ എനിക്ക് പരാതി ഉണ്ടെന്ന് അലീന അങ്ങ് പറഞ്ഞു. അമ്പടാ അതേ കിടക്കുന്നു, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് മനസ്സിലായി. പണിക്കാർ ഇവളെ ഭീഷണിപ്പെടുത്തി പരാതി മേടിക്കാൻ ശ്രമിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പം അയ്യോ ഇല്ല സാർ, ഒരു പരാതി എഴുതി ഒപ്പിട്ട് തന്നാൽ നന്നായി എന്ന് പറയുകയായിരുന്നു എന്ന് ഈ CI പറയുമ്പം 12 മണിക്ക് എന്നെ കസ്റ്റഡിയിൽ എടുത്തതാണ് സാർ എന്ന് അലീന പറയാം. ഇപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞെന്നും ഓഫീസിൽ വെച്ചും അതുപോലെ ലോക്കപ്പിന് മുന്നിൽ വെച്ചും ഒക്കെ എന്നെ ഒരുപാട് നിർബന്ധിച്ചെന്ന കാര്യം അലീന പറയാം. ഭീഷണിപ്പെടുത്തുകയും അതുപോലെ രാത്രി എന്നെ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി എന്നെ അതുപോലെ ടോർച്ചർ ചെയ്തു എന്ന കാര്യമൊക്കെ പറയാം. അപ്പോൾ താൻ എന്തോന്നാടോ ഇവിടെ ചെയ്യുന്നത്? പരാതി ഇല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങിക്കാൻ എന്താടോ നിയമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല എന്നും CI SIയോട് പറയാം. ഇവളെ രാത്രി സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഇവളൊരു പരാതി എഴുതി തന്നാൽ താൻ കൂടുങ്ങുമെന്ന് പറഞ്ഞു. ഇല്ലടോ,
എന്ന് DYSP ചോദിക്കുക. അപ്പോൾ സാർ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ലല്ലോ എന്ന് CI പറയണു. അന്നേരം അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു നടന്നു എന്ന് അലീന പറയാം. എന്ന് പറഞ്ഞ് CI നോക്കുക കേട്ടോ. ഇദ്ദേഹം എൻ്റെ ശരീരത്തിലേക്കുള്ള തുറിച്ചു നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും പല തവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അലീന പറയും കേട്ടോ. അയ്യോ ദേ കിടക്കുന്നില്ല കൂടെ അലീന പൊളിച്ചടിക്കില്ലേ. മറ്റു 2 പ്രതികൾ എനിക്ക് നേരെ നടത്തിയ പീഡന ശ്രമം ഞാൻ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തിയതിലാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം എന്നുള്ള കാര്യം അലീന പറയണു. അത് നടന്നിരുന്നെങ്കിൽ അതേപ്പറ്റി ഓരോന്ന് വിശദമായി ചോദിച്ച് രസിക്കാമായിരുന്നു എന്നുള്ള മട്ടില എന്നോട് ഓരോ ചോദ്യവും ചോദിച്ചതെന്നുള്ള കാര്യവും അലീന പറയാട്ടോ. അത് കേട്ടപ്പോഴത്തേക്കും DYSP തുറച്ചു നോക്കും അയാളിൽ നിന്ന് ഉരുകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു സാർ ശരിക്കുമുള്ള പീഡനം. ആദ്യത്തേത് പീഡന ശ്രമം മാത്രമായിരുന്നു എന്നുള്ള കാര്യം അലീന പറയുന്നു. ഇതൊക്കെ പറയുന്നത് കേട്ട് അനിയൻ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക അവിടെ. എന്തൊക്കെ ചോദ്യങ്ങൾ അയാൾ ചോദിച്ചത് എന്നിങ്ങനെ DYSP സാറ് ചോദിക്കുമ്പം പറയാൻ അതൊന്നും കൊള്ളത്തില്ല സാറെന്ന് DYSPയോട് അലീന പറഞ്ഞു. അന്നേരത്തേക്ക് അത് കേട്ടപ്പോൾ എടോ നേരാണോടെ കേൾക്കുന്നത്, താനിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ പണിക്കരെ വിളിച്ചുകൊണ്ട് DYSP അങ്ങോട്ടേക്ക് പോയി. അപ്പം നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അലീന ഇപ്പോഴും നിൽക്കുന്നത്. മറ്റേ വനിതാ പോലീസുകാരിയും SI ഒക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ. അപ്പോൾ അനിയനെ നോക്കി അനിയനിങ്ങനെ ദയനീയമായിട്ട് അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് എന്തോടോ താനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ച് താൻ അവളെ ഹാരാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേടോ കാര്യങ്ങൾ. താൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. സാർ ഞാനതിന് അങ്ങനെ ഒന്നും എടോ താൻ കടന്ന് ഉരുളൊന്നും വേണ്ട. അവളെ ഉടനെ തന്നെ വീട്ടിലെത്തിച്ചേക്കണം. എടോ താൻ വിചാരിക്കുന്നത് പോലെ അവൾ വെറും സർവൻ്റ് ഒന്നും അല്ലടോ. എനിക്കറിയാമെന്ന് ചോദിച്ചു. അവൾക്ക് നല്ല സ്ട്രോങ് ബാക്ക് സപ്പോർട്ട് ഉള്ളവളാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. തൻ്റെ തൊപ്പി താൻ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് സാർ അങ്ങോട്ടേക്ക് പോയി. CI ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ സാർ അലീനയുടെ അടുത്ത് വന്നു. കുട്ടിയുടെ പേരെന്താണെന്നൊക്കെ അലീനയോട് ചോദിച്ചു. അപ്പോൾ അലീന എന്ന പേരും പറഞ്ഞു. അലീനെ ഉടൻ തന്നെ പോലീസ് വീട്ടിലെത്തിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇവൾക്ക് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും വാങ്ങിച്ചു കൊടുക്കണമെന്നും DYSP സാറ് പറയാം. മറ്റേ പോലീസുകാരൻ ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടാൻ പറ്റാതെ. അത് കഴിഞ്ഞാൽ ഒരു പരിക്കും പറ്റാതെ ഇവളെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറയുമ്പം സാർ എന്നെ വീട്ടിലെത്തിച്ചാൽ മതി, ഒന്നും വാങ്ങിച്ച് തരണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവർ പേടിച്ച് വിറച്ചിരിക്കുകയാണെന്നും എന്നെ അവിടെ ഒന്ന് കൊണ്ടുവന്ന് വിട്ടാൽ മതിയെന്നും അലീന ഇങ്ങനെ സാറിനോട് പറയാം കേട്ടോ. കൊണ്ട വെറോ നോക്കി നിൽക്കാതെ എന്ന് DYSP സാറ് CIയോട് പറഞ്ഞു. ഗണേഷേ താനും ചെല്ലടോ എന്ന് പറഞ്ഞു SIയോട്. കുട്ടി പോയിക്കോളാൻ പറഞ്ഞു. ഇവിടുത്തെ നടപടികളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞ് കൈയും കുപ്പി അദ്ദേഹത്തിനോട് നന്ദിയും പറഞ്ഞ് പോവാം. അപ്പോൾ അലീനയോട് വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയും കൊണ്ട് അവരങ്ങ് പോവാം. ഓരോരോ തോന്നിയവാസങ്ങൾ കാണിച്ച പോലീസിൻ്റെ പേര് ചീത്തയാക്കാതും ചെലടോ എന്നും പറഞ്ഞുകൊണ്ട് ആ CIയെ വഴക്കും പറഞ്ഞ് നമ്മുടെ DYSP സാറ് അലീനയ്ക്ക് എസ്കോട്ടും വിട്ടു. അങ്ങനെ അവരങ്ങ് പോയപ്പോൾ ആ സാർ അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ അലീന പോയത് നോക്കി മനസ്സ് വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന ആ രോഹിത്തിനെ കാണിച്ചും അതുപോലെ അടികൊണ്ട് തളർന്ന് തരിപ്പണമായിട്ട് ഏറ്റി നിന്ന് ശ്വാസം ഇടാൻ പോലും ആ ഒരു ഇതില്ലാത്ത നമ്മുടെ ഹരിമോനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.